ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് ഇല്ല. സോ അച്ഛൻ അതേ ഇവിടുന്ന് വെള്ളം കോരുന്നുണ്ട്. നമ്മളിന്ന് ട്രഡീഷണൽ ആയിട്ടാണ് നമ്മളിന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ നമ്മളിന്ന് ഞണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ അതേ വെള്ളം കോരുന്നുണ്ട്. അമ്മ അവിടുന്ന് ഞണ്ട് മുറിക്കുന്ന പണിയിലാണ്. അപ്പം അച്ഛമ്മ വെള്ളം കോരിയിട്ട് ഒഴിക്കുന്നുണ്ട്. സോദാ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ വെള്ളമൊക്കെ കോരി സോ ഗൈസ് അമ്മ വന്ന് ഞണ്ട് മുറിക്കുന്നുണ്ട്. ഞണ്ടൊക്കെ നല്ല വൃത്തിയാക്കുന്നുണ്ട്. ഞണ്ടിൻ്റെ നെയ്യാണ് അമ്മ നെയ്യൊക്കെ എടുത്തിരുന്നുണ്ട്. ഓരോ ഞണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. ഇന്നിവിടെ ക്യാബേജ് ഉപ്പേരിയാണ്. സോ ക്യാബേജ് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ ഞണ്ട് മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് അച്ഛമ്മ എടുത്ത് പോവാണ്. സോ അച്ഛമ്മ എപ്പോഴും ഞണ്ട് കുറിച്ചുകൊണ്ടിരിക്കില്ല, വെള്ളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഞാൻ കുളിക്കാത്തത് കാരണം കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അച്ഛമ്മ ഇതൊക്കെ എടുത്ത് കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണാം. എന്ത് ട്രഡീഷണലായിട്ട് കുക്ക് ചെയ്യുന്ന ഉരുളിയിലൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ കാണാം. ഓക്കെ. സോ ഗൈസ്, അമ്മ അവിടെ ഞണ്ടൊക്കെ മുറിച്ച് വെച്ച് അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ടതാണ്. ഞാൻ കുളിച്ച് വന്നു. നമുക്ക് അടുക്കള എന്തൊക്കെ പണിയാൻ നോക്കാം. ഗൈസ്, കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ. ഗൈസാണ് നമ്മുടെ അമ്മിക്കല്ല്. ഇതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോകണം കേട്ടോ. സോ അച്ഛമ്മ അവിടെ വിം വെച്ചിട്ട് ഉരച്ച് കഴുകുകയാണ്. നമ്മളിത് അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഉരച്ച് കഴുകുന്നത്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തീരെ കറണ്ട് ഇല്ല, 5:30-ക്ക് ശേഷമേ വരുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്നത്. സോ നിങ്ങൾ ചോദിക്കും ഈ വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവിടെ ഒരു കുഞ്ഞി ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ പോയിട്ട് ഈ കൂടെയാണ് കേട്ടോ വെള്ളം വരിക. സോ ഈ കൂടെ വെള്ളം പോയിട്ട് അതിൽക്കൂടെ തെറിച്ച് വരും. ഫുള്ളായിക്കൂടെ പോവാ. സോ ഗൈസ്, അമ്മ തേങ്ങ ചെരുകുവാണ്. ട്രഡീഷണൽ കുക്കിംഗ് വീഡിയോ അല്ലേ കേട്ടോ, പണ്ടത്തെ രീതിയിലുള്ള കുക്കിംഗ് വീഡിയോ ഗൈസ്. ഒരു തേങ്ങ കൂടി കഴിഞ്ഞു. ഒന്നും കൂടി എടുക്കാം. ഓക്കെ, ചിരകി വെച്ചതിൻ്റെ ബാക്കി കേട്ടോ. ഇതാ
ചെറിയ മഴക്കാറുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. അച്ഛമ്മ മഴക്കാറില്ല, വെയിലാണ്. കറി നോക്കാം. കൊറിയാണ്ടറിൻ്റെ എന്തോ പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ കറിയാണ്. തേങ്ങയാണ് കറിയിലേക്ക്. എന്താ പൊടിച്ചിട്ടിട്ട്, എന്താ പൊടി ഇട്ടത്? ക്യാബേജ്. സോ ഗൈസ്, തേങ്ങയിലേക്ക് 4 പച്ചമുളകും ഇഞ്ചിയും ഇടുന്നുണ്ട് കഷ്ണങ്ങളായിട്ട്. പിന്നെ അതാ ഉള്ളി, സാധാരണ സവാള. പച്ചമലയത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇല്ല, അതിലേക്ക് എടുത്തോ? അത് പോരാ, അതൊക്കെ കറിയിൽ വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ടു. സോ അമ്മ അവിടെ ക്യാബേജ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലീനിങ് ആണ് ഗൈസ് അവിടെ പണി. ഇതാ അച്ഛമ്മ കാണിക്കുന്നതാണ് ഗൈസ് അറിയാത്തവർക്ക് വേണ്ടി. അച്ഛമ്മ ഇവിടുന്ന് ഇത് അരച്ചോണ്ടിരിക്കുവാണ് തേങ്ങ. സോ ഗൈസ്, നല്ലോണം അരച്ചുകൊണ്ട് കാണും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്മ അതേ പെരുംജീരകവും കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. പെരുംജീരകം ഇടാൻ മറന്നുപോയി. നല്ല പെരുംജീരകം കുറച്ച് വരും. മിക്സിയിലാണെങ്കിൽ ഇതിപ്പോൾ 5 ആണല്ലോ, സിമ്പിളായിട്ട് അടിച്ചിട്ടില്ല അച്ഛമ്മ. പക്ഷെ അച്ഛമ്മ പണ്ടൊക്കെ എത്ര മണിക്കാണ് കഴിക്കല്? 5:30 അരയ്ക്കാൻ തുടങ്ങും ഗൈസ്. ഗൈസ്, ഇവിടെ അമ്മ ക്യാബേജ് ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കുകയാണ്. ക്യാബേജ് ഇട്ടു, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി,
തേങ്ങ അല്ലേ? സോ ഗൈസ് ഇച്ചിരി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ടായിരിക്കാൻ. സോ ഗൈസ് കറിവേപ്പില പറിക്കാൻ പോവുകയാണ്. കുറേ ഉണ്ട്, എന്നാലും എവിടെ നിന്ന് പറിക്കണം എന്നൊരു ഐഡിയ ഇല്ല. അവിടേക്കൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മതിലിൻ്റെ മുകളിൽ കയറണം. ഞാൻ ഫോണും പിടിച്ച് മതിലിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല. പറിച്ചിനി അച്ഛമ്മയെ കൊണ്ടു കൊടുക്കാം, കേകി കൊണ്ടു കൊടുക്കാം. ഗൈസ് കറിവേപ്പില വെള്ളത്തിലിട്ടപ്പോഴത്തേക്ക് അസുവായിപ്പോയി. ഇതാ സോ അമ്മ ഇതാ അവിടെ കടുക് ഇട്ടോ? കടുക് പൊട്ടിക്കാൻ ഇട്ടു. സോ അടുക്കളയിലേക്ക് പോവുകയാണ്. പാടാല്ല ചമത്, പാടാണോ? ക്യാമറമാൻ ബൈക്ക് ഇവിടെ കഷ്ണം ഉള്ളി 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 ആ ഉള്ളി തെറിച്ചു പോയി. ഗൈസ് ഞാൻ വ്ളോഗ് എടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അമ്മയും അച്ഛമ്മയും പറഞ്ഞു എന്നോട് വ്ളോഗ് എടുത്ത് കൊള്ളാൻ. സോ ഗൈസ് ഇത് ഇവിടെ ഇരുന്ന് മുളക് തേച്ചു. പച്ചമുളകിന് മണം ഇവിടെ വരെ എത്തി. മതിയെ ഉണ്ടാക്കി ഗൈസ്. സോ ഇത് ഉണ്ട ഗൈസ് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം.
ഇട്ടിട്ടുണ്ട് തേങ്ങ. മാറ് വേഗം. അമ്മ കടുക് താളിച്ചിട്ടിടാം. സോ അതേ അമ്മ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം പാർന്നു. ഇത് നല്ല മണം വരുന്നുണ്ട്. സോ ഗൈസ് ഇതിനി നമുക്ക് വറ്റിച്ചെടുക്കണം. സോ ഗൈസ് അമ്മ ഇവിടെ കടുക് പാരാൻ വേണ്ടി പോണു. കടുക് പാറുന്നു. ക്യാബേജ് പേരില്ലേ തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ചും കൂടി ഇപ്പിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അടുത്ത പാനിൽ ചീനച്ചട്ടിയിൽ അമ്മ ഓയിൽ വെളിച്ചെണ്ണ പാർന്നു. അടച്ചു വെച്ചു. അപ്പോൾ ക്യാബേജ് ഉപ്പേരീൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ട് സോ നമ്മളിനി തിന്നുന്ന വീഡിയോ ആണ് ഗൈസ് എടുക്കാൻ പോകുന്നത്. ഓക്കേ.